നമുക്ക് വേദയുടെ വിക്രത്തിന്റെ വരാൻ പോകുന്ന ആഴ്ചയിൽ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്നത് അപ്പുമോൾക്ക് ക്രിസ്മസിന്റെ അവധിയാണ്. ആ സമയത്ത് വിഷുവാണ്. ഇപ്പോൾ ശ്രീജയോട് പറയുന്നേ, ശ്രീജ ഈ തവണത്തെ വെക്കേഷൻ നമുക്ക് അപ്പുമോളെ കൊണ്ടേ നിർത്തണമെന്ന്. അങ്ങനെ വിശ്വ ശ്രീജയും കൂടെ പോയി അപ്പുമോളെ വിളിച്ചോണ്ട് വരുന്നുണ്ട്. അപ്പുമോള് വീട്ടിൽ വന്നാൽ പിന്നെ പ്രത്യേക ഒരു വൈബാണ്. അങ്ങനെ അപ്പുമോള് വന്നു കഴിഞ്ഞപ്പോഴത്തേനും വിശ്വത്തിന് ഭയങ്കര ആഗ്രഹം. ഇതുപോലെ ഇതിനു മുമ്പ് അപ്പുമോളെ കൊണ്ട് ഒരു സ്ഥലത്തൊന്നും കാണാനൊന്നും താൻ കൊണ്ടുപോയിട്ടില്ല. അപ്പൊ ഇത്തവണയെങ്കിലും വെക്കേഷൻ സമയത്ത് അവളെയും കൊണ്ട് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോണം, ഒന്ന് ചുറ്റിക്കറങ്ങണം. ഓണത്തിന്റെ അവധിക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പം വിക്രമം വേദയാണ് അവളെയും കൊണ്ട് പുറത്തു പോയത്. പക്ഷെ ഈ തവണ ആ വിടവ് നികത്തണം. താനും എല്ലാരും ശ്രീജ എല്ലാരും കൂടെ ചേർന്നിട്ട് ഒരുമിച്ച് സന്തോഷമായിട്ട് ഒരു യാത്രയൊക്കെ പോകണം എന്ന് മനസ്സിൽ ചില തീരുമാനങ്ങളൊക്കെ എടുത്തു. അതിനുശേഷം ശ്രീജയോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ശ്രീജയ്ക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സന്തോഷമായി. ആ സമയത്താണ് സുധാകരൻ മാഷിനെ അച്ചമ്മ വിളിക്കുന്നത്. അച്ചമ്മ വിളിച്ച് വീട്ടിലെ വിശേഷങ്ങളൊക്കെ തിരക്കണ സമയത്ത് പറഞ്ഞു, എടാ വിക്രം മലയ്ക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം ചെയ്യണം. കുറച്ച് ക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നിൽക്കുന്ന പെൺകുട്ടിക്ക് വയ്യാതായതുകൊണ്ടല്ല ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് പോന്നെ. ഇവിടെ ആളില്ലാത്തതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, എല്ലാരും കൂട്ടിക്കിട്ട് നീ ഒന്ന് പോയിട്ട് വരാൻ പറയണം. ഇത് കേട്ട മാഷ് പറഞ്ഞു, അമ്മേ ഞാൻ പൈസയുടെ കാര്യം ഒന്നും ഓർത്ത് നീ വിഷമിക്കണ്ട, പൈസയൊക്കെ നിന്റെ അക്കൗണ്ടിലേക്ക് ഞാൻ ഇട്ടുവന്നോളാം, നിങ്ങൾ പോയിട്ട് വന്നാൽ മതി. എല്ലാവരും നല്ല സന്തോഷമായിട്ടിരിക്കുന്ന സമയത്തല്ലേ സന്തോഷമായിട്ട് ട്രിപ്പ് പോയിട്ട് വാ. അല്ല അമ്മയില്ലാതെ ഞാനില്ലെന്ന് കരുതേണ്ട കാര്യമൊന്നുമില്ല, ഞാനും കൂടെ വരണമെന്ന് ഓർത്തിരുന്നാണ്. പക്ഷെ എനിക്ക് ഈ തവണ എന്തായാലും വരാൻ പറ്റില്ല. പിന്നെ അവൻ മലയ്ക്കൊക്കെ പോയിട്ട് വരട്ടെ വിക്രം, അതിനുശേഷം നമുക്ക് എല്ലാവർക്കും കൂടെ ക്ഷേത്രങ്ങളിലൊക്കെ പോവാം. അപ്പൊ അവൻ മലയ്ക്ക് പോകുന്നതിന് മുമ്പ് ഞാനും കൂടെ വരണമെന്ന് ഓർത്തിരുന്ന. ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ടെന്ന് പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മാഷ് പറഞ്ഞു ശരിയെന്ന് പറയണം. പിന്നീട് കമലയോട് ഇതിനെക്കുറിച്ച് പറയാം. കമലയ്ക്കും നല്ല അഭിപ്രായം തന്നെയായിരുന്നു. അമ്മ പറഞ്ഞല്ലേ നമുക്ക് പോയേക്കാം, പോരാത്തതിന് വിക്രം മാലയിട്ടിരിക്കുന്ന സമയമല്ലേ, അപ്പൊ മലയ്ക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് ക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കുന്ന നല്ലതാ. അപ്പൊ തമിഴ്നാട്ടില് കുറച്ച് ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്, അപ്പൊ അവിടേക്ക് പോവാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ വിശ്വത്തിനും ശ്രീജിക്കും ഒക്കെ സന്തോഷമായി. കാരണം അപ്പുമോൾക്ക് ഒരു ട്രിപ്പ് ആകുകയും ചെയ്യും, ക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കുകയും ചെയ്യും. മുമ്പത്തെ പോലെയല്ല, കുടുംബത്തിലെ കുറെ പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ ഒഴിഞ്ഞു പോയതുപോലെയാ. നന്ദിനിയുടെ സ്വഭാവത്തിൽ നല്ല മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിപ്പോ വേദയുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അറിയാൻ വേണ്ടിട്ടാന്നുള്ള കാര്യം നന്ദിനിക്കല്ല അറിയത്തുള്ളൂ. പക്ഷെ എന്നാലും പഴയ സ്വഭാവത്തിൽ മാറ്റം വന്നതിൽ എല്ലാവർക്കും നല്ല സന്തോഷമായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ സന്തോഷമായിട്ട് യാത്ര പോകാൻ തീരുമാനിച്ചു. ആ സമയം നന്ദിനി വിചാരിച്ചു, ഒരു പക്ഷെ ഈ ട്രിപ്പ് പോകുന്ന സമയത്ത് വേദയും വിനായൻ ചേട്ടനും തമ്മിലുള്ള ഡീൽ എന്താന്ന് ഒരു പക്ഷെ അറിയാനായിട്ട് സാധിക്കും. എങ്ങനെയാണെങ്കിലും അത് അറിഞ്ഞേ മതിയാവുള്ളൂ എന്നൊരു ചിന്തയൊക്കെയായിരുന്നു നന്ദിനിയുടെ മനസ്സിൽ. വിക്രത്തിന് ഭയങ്കര സന്തോഷമായിരുന്നു, വേദയ്ക്ക് അതിനേക്കാൾ ഉപരി സന്തോഷമായിരുന്നു. കാരണം ഇതിനു മുമ്പ് ട്രിപ്പ് പോയപ്പോഴൊന്നും താനും വിക്രം ഇത്ര അടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല, വിക്രം തന്റെ മനസ്സ് തുറക്കുന്നുണ്ട് വേദയുടെ മുന്നിൽ. ശ്രീകാര്യ ശ്രീനിവാസിന്റെ പിടിയിൽ നിന്ന് ഒരു പരിധി വരെ വേദയ്ക്ക് വിക്രത്തെ രക്ഷിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. മുമ്പത്തെ പോലെ ഒന്നല്ല. മുമ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീനിവാസിന് എന്ത് ആവശ്യത്തിന് വിളിച്ചാലും ഓടിച്ചെല്ലുമായിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. ഇപ്പം ഗുണ്ടാപ്പണിക്കൊന്നും പോകാൻ പറ്റില്ലല്ലോ, മലയ്ക്ക് പോകാൻ മാല ഇട്ടിരിക്കുമല്ലേ. അതുകൊണ്ട് വേദ പറയുന്നതൊക്കെ അനുസരിച്ച് ഒരു പരിധി വരെ വിക്രം നിൽക്കുന്നുണ്ട്. വർക്ക്ഷോപ്പിലെ പണി കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക് വരും. പിന്നെ വിശ്വത്തിനെ ശ്രീജയെ സഹായിക്കാനുണ്ടെങ്കിൽ വിക്രം അതും ചെയ്യും. അതൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേനും മാഷിനും കമലയ്ക്കും എല്ലാവർക്കും സന്തോഷമായിരുന്നു. കാരണം വിക്രത്തിന് ഇത്ര പെട്ടെന്ന് ഇങ്ങനൊരു മാറ്റം ഉണ്ടാവുമെന്ന് കരുതിയില്ലല്ലോ. അങ്ങനെ കൊണ്ടുള്ള ഡ്രസ്സുകളും കാര്യങ്ങളെല്ലാം വേദ പാക്ക് ചെയ്ത് വെക്കുകയാണ്. പിന്നീട് വിക്രത്തോട് ചോദിച്ചു, അല്ല സ്വാമിയുടെ ഡ്രസ്സൊക്കെ ഞാൻ പാക്ക് ചെയ്ത് വെക്കട്ടെ എന്ന് ചോദിക്കുക. വിക്രം വെച്ചോളാൻ പറയാണ്. അങ്ങനെ വേദയാണ് വിക്രത്തിനുള്ള ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വെക്കുന്നത്. വേദയ്ക്കൊരു പുതിയ ജീവിതം കിട്ടിയതുപോലെ ഒരു തോന്നലാണ്. വേദയ്ക്ക് തോന്നി ഒരു പക്ഷേ ഈ യാത്രയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും അച്ഛനും മോനും തമ്മിലുള്ള പകുതി പ്രശ്നങ്ങളും മാറും. ഇപ്പൊ പണ്ടത്തെ പോലെയൊന്നുമല്ല, വിക്രവും മാഷും തമ്മിൽ സംസാരം കാര്യങ്ങളൊക്കെയാണ്. മുമ്പെന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരുന്നില്ല. മാഷ് നേരെ ചൊവ്വേ വിക്രത്തിന്റെ മുഖത്തേക്ക് പോലും നോക്കില്ലായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു വിക്രത്തിന്റെ അവസ്ഥ. ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നുള്ളൂ വേദയ്ക്ക്, എല്ലാ പ്രശ്നങ്ങളും മാറണം ഈ യാത്രയോട് കൂടിയിട്ടെന്ന്. അങ്ങനെ അവരെല്ലാരും കൂടെ കൂടിയിട്ട് ഒരു ട്രാവലറൊക്കെ വിളിച്ചിട്ടാണ് ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. അപ്പോൾ 2-3 ദിവസത്തെ ക്ഷേത്ര ദർശനമാണ്. അപ്പോൾ കുറെ ക്ഷേത്രങ്ങളൊക്കെ ദർശിക്കണം, സന്ദർശിച്ച് വേണം മടങ്ങാനായിട്ട് എന്ന് കരുതി പോകുന്നത്. അങ്ങനെ ആദ്യ ദിവസം പോകുന്ന സമയത്ത് വേദ ഇരുന്ന് കഴിഞ്ഞപ്പോൾ വേദയുടെ അടുത്തേക്ക് വന്നിട്ട് വിക്രം ഇരിക്കുന്നുണ്ട്. മുമ്പെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ യാത്ര പോണ സമയത്ത് വേദയുടെ അടുത്ത് പോലും ഇരിക്കാൻ വിക്രം കൂട്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇത്തവണ അങ്ങനെയല്ല.
വിക്രത്തിന്റെ അരികിൽ തന്നെ വേദയിരുന്നു. വിക്രത്തിന് സന്തോഷമായിരുന്നു. അങ്ങനെ അവര് നല്ല സന്തോഷമായിട്ടാ പോകുന്ന സമയത്ത് വിക്രം വാതോരാതെ സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെയായിരുന്നു വേദ. താൻ കുഞ്ഞുനാളിലെ ഈ ക്ഷേത്രത്തിലേക്ക് വന്ന കാര്യങ്ങളൊക്കെ വിക്രത്തോട് പറയുന്നുണ്ട്. വിക്രത്തിന് ഒരു പുതിയ ജീവിതം കിട്ടിയതുപോലെയായിരുന്നു. മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. വേദയോട് ശരിക്കും സംസാരിക്കത്ത് പോലും ഉണ്ടായിരുന്നില്ലോ. അങ്ങനെ വണ്ടിക്കകത്ത് ഫുൾ സന്തോഷം തന്നെയായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് വിനായകന് ഓറഞ്ച് കൊണ്ട് കൊടുക്കുന്നു. വേദയും വിക്രവും കൂടെ അത് കഴിക്കുന്നു. ഈ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കമല മാഷിനോട് പറഞ്ഞു, മാഷെ എനിക്ക് ഉറപ്പുണ്ട് നമ്മുടെ മോനി തവണ മലയ്ക്ക് പോയിട്ട് വന്നതിന് ശേഷം കുടുംബത്തിൽ സന്തോഷം മാത്രമേ കാണത്തുള്ളൂ. മാഷ് കണ്ടു അവൻ്റെ ആ പഴയ സ്വഭാവത്തിലേക്ക് തന്നെ അവൻ വരും. മാഷിന്റെ മോനെ മാഷിനെ തിരിച്ചു കിട്ടുമെന്നൊക്കെ പറയാണ്. അത് കേട്ടപ്പോൾ മാഷ് പറഞ്ഞു, എനിക്ക് കുറേ നേർച്ചകളുണ്ട് കമലെ. കാരണം കുറെ വഴിപാടുകളൊക്കെ ഉണ്ട്. ഇത്ര സന്തോഷമാവുന്ന ഞാനും പ്രതീക്ഷയല്ലോ. വേദ വന്നതിന് ശേഷം ഇങ്ങനെയൊക്കെ അവൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് ശരിക്കും കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. കാരണം കുടുംബത്തെ എല്ലാവരും ഒത്തൊരുമയോടെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് വേദ നന്നായിട്ട് പ്രയത്നിക്കുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. കാരണം നന്ദിനിയുടെ സ്വഭാവമൊക്കെ വെച്ചിട്ടാണെങ്കിൽ വലിയ വലിയ അലമ്പുകൾ തന്നെ വീട്ടിൽ നടക്കേണ്ടതാ. പക്ഷെ അതിൽ നിന്നെല്ലാം ഒന്ന് കരകയറ്റി എല്ലാവരും ഒന്ന് ഒത്തൊരുമയോടെ കൊണ്ടുപോകാനായിട്ട് വേദ നല്ല വണ്ണം തന്നെ പണിപ്പെടുന്നുണ്ടായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിക്രത്തിന്റെ സ്വഭാവം മാറ്റാനായിട്ടാണ്. അങ്ങനെ അവര് ക്ഷേത്രത്തിലെത്തി. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും അടുത്ത് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത് തന്നെ റൂമൊക്കെ എടുത്ത് എല്ലാവരും കുളിച്ച് ഫ്രഷായി കഴിഞ്ഞതിന് ശേഷമാണ് ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. അങ്ങനെ ക്ഷേത്രത്തിലേക്ക് എന്ന് കഴിഞ്ഞപ്പോഴത്തേനും മാഷ് കമലയോട് പറഞ്ഞു, എനിക്കിവിടെ ശയനപ്രദക്ഷിണം നടത്തണമെന്ന് പറയണം. കമല അമ്പരന്ന് പോയി. മാഷ് ഇതുവരെയായിട്ട് അങ്ങനെയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ മാഷ് ശയനപ്രദക്ഷിണം നടത്തുക, അതും വിക്രത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ശയനപ്രദക്ഷിണം നടത്തി. വിനായകനാണ് സഹായിക്കുന്നത്. ശയനപ്രദക്ഷിണമൊക്കെ നടത്തി വന്നപ്പോഴത്തേനും മാഷ് നന്നായിട്ട് വിഷമിച്ച് പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് കുറച്ച് സമയം അവിടെ ഇരിക്കുകയാണ്. ഈ സമയത്ത് വേദയും വിക്രവും കൂടെ എന്ത് ചെയ്തു, പുറത്തേക്ക് ഇറങ്ങിപ്പോയി. തൊഴുത് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കാണുവാണ്. കല്യാണത്തിന് ശേഷം അവരിത്ര സന്തോഷത്തോടെ നടക്കുന്ന ആദ്യമായിട്ടായിരുന്നു. അത് വേദയ്ക്ക് മനസ്സിലായി, വിക്രത്തിന് മനസ്സിലായി. അവർക്ക് രണ്ടുപേർക്കും പരസ്പരം അറിയാം അവരുടെ ഉള്ളിലെ സ്നേഹമുണ്ടെന്ന്. അത് പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും തുറന്ന് പറയുന്നില്ല എന്ന് മാത്രം. രണ്ടുപേർക്കും ഇഷ്ടമെന്നുള്ള കാര്യം അറിയാം. ഒരാളില്ലെങ്കിൽ ഇപ്പം മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആദ്യത്തെ ദിവസം 2-3 ക്ഷേത്രങ്ങളൊക്കെ ദർശിച്ച് തിരികെ റൂമിലേക്ക് വന്നു. എല്ലാവരും നല്ല സന്തോഷത്തിൽ തന്നെയായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം പോകേണ്ട ക്ഷേത്രത്തിനെ കുറിച്ചൊക്കെ മാഷ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അപ്പൊ കുറച്ച് ദൂരെയാണ്, അവിടേക്ക് പോകണമെന്നൊക്കെ പറയണം. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ എല്ലാവരും റെഡിയായി അങ്ങനെ ക്ഷേത്രത്തിലേക്ക് പോവാണ്. ഈ സമയത്ത് ക്ഷേത്രത്തിൽ ചെന്ന് പ്രസാദമൊക്കെ കിട്ടി കഴിഞ്ഞപ്പോഴത്തേനും വേദ വിക്രത്തിന് നെറ്റിയിലേക്ക് ചന്ദനമൊക്കെ തൊട്ടു കൊടുക്കുന്നുണ്ട്. വിക്രത്തിന് സന്തോഷമുള്ളൊരു കാര്യം തന്നെയായിരുന്നത്. പിന്നീട് വേദയും വിക്രവും കൂടെ ആ സൈഡിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് തങ്ങളുടെ വണ്ടിയുടെ അടുത്ത് വന്നിട്ട് മാഷ് നിൽക്കുന്നുണ്ട്. മാഷ് ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്നൊരു വണ്ടി മാഷിന് നേരെ ചീറി പാഞ്ഞു വന്നേ. മാഷിനത് കണ്ടതുപോലുമില്ല. പെട്ടെന്ന് വിക്രം ആ കാഴ്ച കണ്ടു. വിക്രം എങ്ങനെയാണെന്നറിയത്തില്ല പാഞ്ഞു വന്നു മാഷിനെ പിടിച്ചു വലിച്ചത്. ഒരു നിമിഷം കൊണ്ടെല്ലാം കഴിഞ്ഞു. മാഷിനെ പിടിച്ചു വലിച്ച് അങ്ങോട്ടേക്ക് ഇട്ടു. അപ്പോഴേക്കും കാർ ചീറി പാഞ്ഞ് അങ്ങോട്ട് പോയി. ഒരു നിമിഷം ഒന്ന് വൈകിട്ടുണ്ടായിരുന്നെങ്കിൽ പിന്നെ മാഷിന് ജീവൻ പോലും കിട്ടില്ലായിരുന്നു. എല്ലാവരും അന്തം വിട്ടുപോയി. വേദ ഓടി വന്നു. വേദ ഓടി വന്നിട്ട് മാഷിന്റെ കയ്യിലേക്ക് പിടിച്ചു. കാരണം വിശ്വസിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അതുപോലത്തെ ഒരു കാഴ്ചയായിരുന്നു അവിടെ കണ്ടത്. പെട്ടെന്ന് മാഷിന്റെ കയ്യെ പിടിച്ചിട്ട് വിക്രം ചോദിച്ചു, അച്ഛന് പ്രശ്നമൊന്നും ഇല്ലോ, കുഴപ്പമൊന്നും ഇല്ല അല്ലേന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് മാഷ് വിക്രത്തെ കെട്ടിപ്പിടിക്കുകയാണ്, ചേർത്ത് പിടിക്കുക. മാഷിന് മനസ്സിലായി തന്റെ ജീവിതം ഇവൻ രക്ഷിച്ചാന്ന്. ഒരുപക്ഷെ ഇവന്റെ ജീവിതം കൊടുത്തിട്ടാണല്ലോ ഇവൻ തന്റെ ജീവൻ രക്ഷിച്ചാണ്. ആ സമയത്ത് ആ കാറ് ഇടിക്കാൻ വന്ന സമയത്ത് 1 മിനിറ്റ് എങ്കിലും വൈകിപ്പോയിരുന്നെങ്കിൽ വിക്രത്തിനും മാഷിനും അപകടം സംഭവിച്ചേനെ. 2 പേർക്കിട്ടും ഇടികിട്ടിയേനെ. പക്ഷെ വിക്രം അതൊന്നും നോക്കിയില്ല. തന്റെ അച്ഛന്റെ ജീവൻ മാത്രമേ വിക്രം നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് കമലെല്ലാം കൂടി ഓടി വന്നു. മാഷിനെ കെട്ടിപ്പിടിക്കുകയാണ്. ആ സമയത്ത് വേദ പറഞ്ഞു, അതെ അമ്മ വിഷമിക്കൊന്നും വേണ്ട, നമ്മൾ ക്ഷേത്രത്തിലേക്ക് വന്നല്ലേ, അങ്ങനെ ഭഗവാൻ ഒരു കാരണവശാലും അങ്ങനെ ആപത്തൊന്നും വരത്തില്ല, വലിയൊരു ആപത്ത് ഒഴിഞ്ഞു പോയല്ലോ എന്ന് പറയണം. അത് കേട്ടതും കമൽ പറഞ്ഞു, അത് ശരിയാ മോളെ, എനിക്ക് മനസ്സിലായി ഒരാപത്തൊന്നും വരില്ല എന്ന്. അല്ലായിരുന്നെങ്കിലോ കൃത്യസമയത്ത് വിക്രം കണ്ടതുകൊണ്ടല്ലായിരുന്നോ, അല്ലായിരുന്നു എന്ത് സംഭവിച്ചാണെന്നൊക്കെ ചോദിക്കാം. വേദയെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ച മാഷ് വിക്രത്തെ കെട്ടിപ്പിടിക്കുന്നായിരുന്നു. എത്രയോ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനൊരു കാഴ്ച കമല പോലും കാണുന്നേ. മുമ്പ് എങ്ങനെയായിരുന്നു, അവർ ഭയങ്കര ഫ്രണ്ട്സിനെ പോലെ ആയിരുന്നു. പക്ഷേങ്കിൽ കുറെ കാലങ്ങളായിട്ട് അങ്ങനെയൊന്നും ആയിരുന്നില്ല. കമലയ്ക്ക് മനസ്സിലായി ആ പോയ സന്തോഷം തിരികെ വരുവാന്ന്. അങ്ങനെ അവര് സന്തോഷത്തോടു കൂടിയിട്ട്
ക്ഷേത്രങ്ങളൊക്കെ കയറി ഇറങ്ങി വരുന്നുണ്ട്. ഈ സമയത്ത് നന്ദിനിയുടെ മനസ്സിൽ കുറച്ച് കുശുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. നന്ദിനിയുടെ സ്വഭാവം പണ്ടേ അങ്ങനെയാണല്ലോ. പക്ഷേ അത് ഈ പറയുന്ന വേദയോ കമലയോ ആരും മൈൻഡ് ചെയ്തില്ല. നന്ദിനിയുടെ മനസ്സിൽ കുശുമ്പുണ്ടെങ്കിലും നന്ദിനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പ്രകടിപ്പിക്കാൻ പറ്റില്ല. പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ താന് ഇത്രയും ദിവസം ബിൽഡ് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്ന ആ ഒരു നല്ല മരുമോളെന്നുള്ള പേര് പോലോന്ന് ഓർത്ത് മാത്രം നന്ദിനി പിന്നെ കൂടുതലായിട്ടൊന്നും മിണ്ടാൻ പോയില്ല. അങ്ങനെ അതിന്റെ നല്ല സന്തോഷകരമായ നിമിഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇനി ഇത്രയും നാളത്തെ പ്രശ്നങ്ങൾക്കൊക്കെ ഒടുവിൽ കുടുംബത്തിൽ സന്തോഷം വന്നു ചേരാൻ പോവാണ്. വേദയും വിക്രവും കൂടെ ഒന്നിക്കാൻ പോവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. എന്നാലും ഈ യാത്രയോട് കൂടിയിട്ട് കുടുംബത്തിൽ നിലനിൽക്കുന്ന പല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാവും. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.